ഹായ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇതാ ഈ ഒരു ഐറ്റം കഴിച്ച് നോക്കാത്തവരുണ്ടോ? ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ്. ഇതെങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടാലോ. ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും അത്ര തന്നെ ഈസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് നമ്മളതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇളം ചൂടുവെള്ളം ചേർക്കാവുള്ളൂ കേട്ടോ, തിളച്ച വെള്ളമൊന്നും ചേർക്കരുത്, അപ്പോൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവില്ലേ. എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ മാവ് കുഴയ്ക്കുന്ന പാത്രത്തിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേറൊരു പാത്രത്തിൽ ഇതാ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ഇളം ചൂട് പാലും 1/2 ഗ്ലാസ്സിന് മുകളിൽ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ മാവ് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ഈസ്റ്റിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഓയിലും കൂടെ അതിലൊഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം, വെളിച്ചെണ്ണ ഒഴിച്ച്, പിന്നെ നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവായിട്ട് തോന്നി, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മൈദയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കാൻ പോണത്. ഗോതമ്പ് പൊടി വെച്ച് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എനിക്ക് ഒന്നും കൂടി ഒരു പെർഫെക്ഷൻ തോന്നിയിട്ടുള്ളത് മൈദ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ. എന്നിട്ട് കുറേശ്ശെയായിട്ട് മൈദ ഇതിലേക്ക് ഇട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ 1/2 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ മിക്സിലേക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇത്തിരി വെള്ളം കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ഇളം ചൂട് പാലോ ഇല്ലെങ്കിൽ ഇളം ചൂട് വെള്ളമോ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നമുക്ക് ചപ്പാത്തി മാവിൻ്റെ ഒന്നും അത്ര ടൈറ്റായിട്ടുള്ള ഒരു മാവല്ല വേണ്ടത്, കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറച്ച് ഓയിലാക്കിയിട്ട് കുഴച്ചെടുക്കുക. ഈ ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറുത്ത എള്ളും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ടേ. എന്നിട്ട് നമ്മൾ ഈ മാവ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത് ആ മാവ് ഡബിൾ സൈസായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് വലുപ്പമുള്ളൊരു ബോൾ ആയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ച് തന്നെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പരത്തിയെടുത്താൽ മതി. ഒരുപാട് കട്ടി കുറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്യാതെ വേണ്ടവർക്ക് ചെറിയ ബോൾസായി എടുത്താലും മതി, റൗണ്ട് ഷേപ്പിൽ എടുക്കാൻ. ഇതാ ഇങ്ങനെ കുറച്ച് കട്ടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനേ. എന്നിട്ട് ഇതാ തിളച്ച എണ്ണയിലിട്ട് വറുത്ത് കോരുക. 2 സൈഡും മറച്ചിട്ട് ചെറിയ ചൂടിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിക്കാൻ. തീ വല്ലാതെ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. നമുക്കൊരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെയോ മുട്ടക്കറിയുടെ ഒക്കെ കൂടെ അങ്ങനെ വേണേലും കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. മൈദയും ഓയിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി വേർഷൻ ആണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ.